PSC സഹചാരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 PSC ചോദിച്ചിട്ടുള്ള 60ഓളം മലയാളം ചോദ്യങ്ങളാണ്. ഈ ഒരു വീഡിയോ സീരീസിലെ 8ാമത്തെ പാർട്ടാണിത്. അപ്പോൾ മുമ്പ് കാണാത്ത വീഡിയോസ് നിങ്ങൾ പോയി കാണണം. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യപേപ്പർ 80/24 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ്. ഒന്നാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏത്? ഓപ്ഷൻ എ കോഴിക്കോടാണ്. 92ാമത്തെ ചോദ്യം, മലനാട്ടു തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ച ഭാഷാ പണ്ഡിതനാര്? ഓപ്ഷൻ സി ഇളംകുളം കുഞ്ഞൻപിള്ള. 93ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏത്? ഓപ്ഷൻ ബി അദ്യോതാവ്. ഇത് എന്താണ്, നമ്മുടെ LP-UP ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് ആവശ്യമില്ലാത്ത ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, LP-UPക്കാർ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ, അല്ലാത്തവർ ഇത് പ്രാധാന്യം കൊടുക്കണ്ട. 93ാമത്തെ ചോദ്യം. 94ാമത്തെ ചോദ്യം, കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ M ലീലാവതി വിശേഷിപ്പിച്ച കവിയാര്? ഓപ്ഷൻ ഡി വള്ളത്തോൾ. ഇനി 95ാമത്തെ ചോദ്യം, അല്ല 96, അതുപോലെ 100ാമത്തെ ചോദ്യം. ഓക്കെ, ഈ 3 ചോദ്യങ്ങളും LP-UP ആയിട്ട് ബന്ധപ്പെട്ട സിലബസിലുള്ളതാണ്. ഓക്കെ, പക്ഷേ ഈ 95-ലെ ഈ കഞ്ചനേർ മിഴി ബഹുവ്രീഹിയുടെ ബഹുവ്രീഹിയുടെ, അതായത് കഞ്ചനേർ മിഴി എന്ന് പറയുന്നത് ബഹുവ്രീഹി സമാസമാണെന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഈ കഞ്ചനേർ മിഴിയുടെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ കഞ്ചനേർ മിഴി ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. 2 ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് 2024. ഓക്കെ, കഞ്ചനേർ മിഴി ബഹുവ്രീഹി സമാസമാണെന്ന് ഓർത്തിരിക്കുക. ഇനി 96ാമത്തെ നമ്മൾ പറഞ്ഞു LP-UP ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അവർ മാത്രം ഒന്ന് വായിച്ചു നോക്കുക. 97ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിൻ്റെ 50ാം വർഷത്തിലെത്തിയ മലയാള നോവലേത്? ഓപ്ഷൻ ബി മയ്യഴി പുഴയുടെ തീരങ്ങളിൽ. 98ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി 2ഉം 3ഉം ശരി. അതായത് യാദൃച്ഛികം എന്ന വാക്കും വിമ്മിട്ടം എന്ന വാക്കും ശരിയാണ്. 99ാമത്തെ ചോദ്യം, വാസനാവികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ്? ഓപ്ഷൻ എ വിദ്യ വിനോദിനി. ഇതൊക്കെ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 100ാമത്തെ ചോദ്യം LP-UP ആയിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസിലുള്ളതാണ്, ആവശ്യമുള്ളവർ മാത്രം ഒന്ന് വായിച്ചു നോക്കുക. 2ാമത്തെ ചോദ്യപേപ്പറാണ് 88/24 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ്. 91ാമത്തെ ചോദ്യം, 6 മലയാളിക്ക് 100 മലയാളം, അരമലയാളിക്കും ഒരു മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. കുറുക്കിക്കൊള്ളുന്ന ഈ വരികൾ ആരുടേതാണ്? ഓപ്ഷൻ സി കുഞ്ഞുണ്ണി. 92ാമത്തെ ചോദ്യം, കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാര്? ഓപ്ഷൻ എ തകഴി ശിവശങ്കരപ്പിള്ള. 93ാമത്തെ ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരം ഏത്? ഓപ്ഷൻ ഡി വാഴ്ത്തപ്പെട്ട പൂച്ച. 94, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നപുംസക ലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഏത്? ഓപ്ഷൻ ബി മേശ. 95ാമത്തെ ചോദ്യം, മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ സി സംസ്കൃതം. 96ാമത്തെ ചോദ്യം, കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ രവി. രവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് സൂര്യനാണല്ലേ. അപ്പം ബാക്കി 3 ഓപ്ഷൻസും കലാധരൻ, അതായത് ചന്ദ്രൻ്റെ പര്യായങ്ങളാണെന്നുള്ളത് ഓർത്തിരിക്കുക. മൃഗാങ്കൻ, വിധു, നിശാധിപതി അല്ലേ. ഇനി അടുത്തത് 97ാമത്തത്, ശ്രവണ നവണി അല്ലേ. ഈ ഒരു ചോദ്യം എന്താണ്, നമ്മുടെ LP-UP ആയിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസിലുള്ളതാണ്. 98ഉം അതുപോലെ തന്നെയാണ്, 99ഉം അതുപോലെ 100ഉം LP-UP ആയി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യമുള്ളവർ മാത്രം ഒന്ന് വായിച്ചു നോക്കുക, അല്ലാത്തവർ വായിക്കണമെന്നില്ല. 3ാമത്തെ ചോദ്യപേപ്പറാണ് 94/24 ചോദ്യപേപ്പറിൻ്റെ കോഡ്. 91ാമത്തെ ചോദ്യം, അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം? ഓപ്ഷൻ എ സന്തതിയില്ലാത്തവൻ. ഇതൊക്കെ SCERT-യിലുള്ള ഒരു പദമാണ്.
ഓർത്തിരിക്കുക. SCERT ആണ് ഇതിൻ്റെ സോഴ്സ്. 92ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി കവയിത്രി. 93, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനമേത്? ഓപ്ഷൻ സി പുരുഷന്മാർ. 94, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ ബി ചുരുക്കി പറയുക. 95, പിന്നാണ വർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നതെങ്ങനെ? ഓപ്ഷൻ ബി പിന്നാണത്തിൻ്റെ വർണ്ണം. 96, പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ എ അണക്കുക. അണക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്താണ്, തീ അണയ്ക്കുക അല്ലെങ്കിൽ ലൈറ്റ് അണയ്ക്കുക അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ് ഈ അണയ്ക്കുക എന്ന് പറയുന്നത്. പുട്ട് ഔട്ട് ദ ഫയർ എന്നൊക്കെ പറയും. ഇനി 97ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദ്രൗണി ആരാണ്? അതായത് അശ്വത്ഥാമാവിനെയാണ് ദ്രൗണി എന്ന് വിളിക്കുന്നത്. 98ാമത്തെ ചോദ്യം, ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതിയത് എങ്ങനെ? ഓപ്ഷൻ സി ചിത് പ്ലസ് മുദ്ര. 99ാമത്തെ ചോദ്യം, കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതാര്? ഓപ്ഷൻ എ AR രാജവർമ്മ. 100ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്കേത്? ഓപ്ഷൻ എ വിശ്വസ്തൻ ആണ് തെറ്റായിട്ടുള്ള വാക്ക്. അവിടെ സാധാരണ താമതി. ഓക്കെ, ബാക്കി എല്ലാ വാക്കുകളും ശരിയാണ്. 4ാമത്തെ ചോദ്യപേപ്പറാണ്. 91ാമത്തെ ചോദ്യം, പിരിച്ചെഴുതുക. വെൺതിങ്കൾ. ഓപ്ഷൻ സി വൾ പ്ലസ് തിങ്കൾ എന്നാണ് ഇത് പിരിച്ചെഴുതിയാൽ വരുന്നത്. 92ാമത്തെ ചോദ്യം, ആദേശസന്ധിക്ക് ഉദാഹരണമേത്? ഓപ്ഷൻ എ വിണ്ടലം. 93, തദ്ധിതത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി വെണ്മ. 94, വിപരീത പദം എഴുതുക. അഗ്രജൻ. ഓപ്ഷൻ ബി അവരജൻ. അഗ്രജൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനാണ്, അവരജൻ എന്ന് പറഞ്ഞാൽ അനുജൻ എന്നാണ് അർത്ഥം. ഓക്കെ. 95ാമത്തെ ചോദ്യം, ജലത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തു. 96ാമത്തെ ചോദ്യം, ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം? ഓപ്ഷൻ സി ആകപ്പാടെയുള്ള ഭംഗി. 97, താഴെ പറയുന്നതിൽ ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ എ ചൂടാമണി. ചൂടാമണീൻ്റെ ആ ഡാ ശ്രദ്ധിക്കുക, ഉള്ളിലേക്ക് കെട്ടില്ല അല്ലേ? ഓപ്ഷൻ ബിയിൽ കണ്ടില്ല, ഉള്ളിലേക്ക് ഒരു കെട്ടുണ്ട്. അപ്പം അത് ഇല്ലാത്തതാണ് ചൂടാമണി എന്നുള്ളത് ഓർത്തിരിക്കുക. 98ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. ഓപ്ഷൻ സി എരുതിയിൽ എണ്ണ ഒഴിക്കുക. 99ാമത്തെ ചോദ്യം, കവിയുടെ സ്ത്രീലിംഗ പദമേത്? ഓപ്ഷൻ എ കവയിത്രി. ഓക്കെ, ആ കവയിത്രീൻ്റെ അക്ഷരത്തെറ്റ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അക്ഷരത്തെറ്റുള്ളത് ഏത്, അക്ഷരത്തെറ്റില്ലാത്ത ഏതെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അക്ഷരശുദ്ധി ചോദിക്കാറുണ്ട് അല്ലേ. അപ്പം ആ കവയിത്രീൻ്റെ അകത്ത് യായ്ക്കും ത്രായ്ക്കുമാണ് ആ വള്ളി ഉള്ളത് എന്ന് ഓർത്തിരിക്കുക. 100ാമത്തെ ചോദ്യം, ഒറ്റപ്പദമാക്കുക. വർഷം തോറും. അതിനുള്ള ഒറ്റപ്പദമാണ് ഓപ്ഷൻ ഡി പ്രതിവർഷം. 5ാമത്തെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. 81ാമത്തെ ചോദ്യം, പൊൻ പ്ലസ് കലശം പൊൽ കലശം. ഇതിലെ സന്ധി ഏത്? ഓപ്ഷൻ ഡി ആദേശസന്ധി. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ പിരിച്ചെഴുതുന്നതും അല്ലെങ്കിൽ ചേർത്തെഴുതുന്നതും അതുകൂടി നോക്കിയിരിക്കുക. ഓക്കെ, പൊൻ എന്നുള്ള എന്നെ പോയിട്ട് എന്തായി ഇല്ല് വന്നില്ലേ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. 82, യഥായോഗ്യം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി യോഗ്യത പോലെ. 83, ജന്മം മുതൽ എന്നുള്ളതിനെ ഒറ്റപ്പദമാക്കുക. ഓക്കെ, ഓപ്ഷൻ ബി ആജന്മം. ഓക്കെ, ആജന്മം എന്ന് പറഞ്ഞാൽ ജന്മം മുതൽ എന്നുള്ള അർത്ഥമാണ്. 84ാമത്തെ ചോദ്യം, ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിക്ഷ അനുഭവിക്കും. ഇതിലെ അങ്കി വാക്യം ഏത്? ഓപ്ഷൻ ഡി അവൻ ദൈവശിക്ഷ അനുഭവിക്കും എന്ന ഭാഗമാണ് അങ്കി വാക്യം. 85ാമത്തെ ചോദ്യം, വെൻ യു ആർ അറ്റ് റോം ഡു ആസ് റോമൻസ് ഡു. ഇതിനോട് യോജിച്ച പഴഞ്ചൊല്ലേത്? ഓപ്ഷൻ സി ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം. 86, ആദ്യാവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ സി പ്രധാന പങ്കാളി. 87ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ പ്രയോഗമേത്? ഓപ്ഷൻ ബി ഐച്ഛികമാണ് ശരിയായിട്ട് ഉള്ള വാക്ക്. ഓക്കെ, ച.
രണ്ട് ച വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. 88ാമത്തെ ചോദ്യം അത്യാശ്ചര്യം പിരിച്ചെഴുതുക. ഓപ്ഷൻ ഡി അതി പ്ലസ് ആശ്ചര്യം. 89 പറയാനുള്ള ആഗ്രഹം ഒറ്റപ്പദമാക്കുക. ഓപ്ഷൻ സി വിവക്ഷ. 90ാമത്തെ ചോദ്യം കൃതജ്ഞത എന്ന പദത്തിൻ്റെ വിപരീതമേത്? ഓപ്ഷൻ ബി കൃതജ്ഞത. ഓക്കെ, ആ ഖായാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ഞാൻ പോയിട്ട് ആ ഖാ വരും, മേഘത്തിൻ്റെ ഖാ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അവസാനത്തെ ചോദ്യപേപ്പറാണ് ഈ വീഡിയോയിലെ 6ാമത്തെ ചോദ്യപേപ്പർ. 91ാമത്തെ ചോദ്യം കന്തളം എന്ന പദത്തിൻ്റെ പര്യായ പദമേത്? ഓപ്ഷൻ ബി മുള. 92ാമത്തെ ചോദ്യം ഒറ്റപ്പദമാക്കുക. പ്രയോഗത്തിന് യോഗ്യമായത്? ഓപ്ഷൻ ഡി പ്രയോഗക്ഷമം. പ്രയോഗക്ഷമം ആണ് ഉത്തരം വരുന്നത്. 93ാമത്തെ ചോദ്യം ശബ്ദം എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്? ഇവിടെ ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തു. 94ാമത്തെ ചോദ്യം ശരിയായ പദമേത്? ഓപ്ഷൻ എ ദൃഢം. ഓക്കെ, ദൃഢം എന്ന വാക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ആ ഡ ഉള്ളോട്ടേക്ക് കെട്ടുണ്ട്. ഓക്കെ, ഡാൻ്റെ ഉള്ളിലേക്കൊരു കെട്ടുണ്ട്. ഓപ്ഷൻ ബി കണ്ടോ, അതിൽ ഡാക്ക് ഉള്ളോട്ട് കെട്ടില്ല. ഓക്കെ, അപ്പോൾ കെട്ടുള്ളതാണ് ശരിയായിട്ടുള്ള പദം. 95ാമത്തെ ചോദ്യം ചേർത്തെഴുതുക. കാണിത് പ്ലസ് അശങ്കം. ഓപ്ഷൻ സി കാണിതശങ്കം. 96ാമത്തെ ചോദ്യം ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ എ ആണ് ശരി. ഗുരുശിഷ്യ ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു. 97ാമത്തെ ചോദ്യം താഴെ പറയുന്നവിൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗമേത്? ഓപ്ഷൻ ബി ആണ് മിടുക്ക്. എല്ലാത്തിനും സ്ത്രീലിംഗ പ്രത്യയം അവസാനം വരുന്നുണ്ട് അല്ലേ. മിടുക്കി, ഈ എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നതൊക്കെ അധികവും സ്ത്രീലിംഗമായിരിക്കും. തടിച്ചി, ഗൗരി അല്ലേ. 98ാമത്തെ ചോദ്യം പരമോന്നതം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി പരമ പ്ലസ് ഉന്നതം. 99ാമത്തെ ചോദ്യം ദുഃഖമുത്ത് വിഗ്രഹിച്ചെഴുതുക. ഓപ്ഷൻ സി ദുഃഖമാകുന്ന മുത്ത്. 100ാമത്തെ ചോദ്യം ചെം പ്ലസ് താര് ചെന്താര്. ഇതിൻ്റെ സന്ധി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആദേശസന്ധിയാണ്. പിന്നെ നേരത്തെ നമ്മൾ കണ്ട പോലെ ഇതൊക്കെ ചേർത്തെഴുത്തും പിരിച്ചെഴുത്തുമായിട്ടും അങ്ങനെയും ചോദ്യം ചോദിക്കാം. അപ്പോൾ ചെന്താര് പിരിച്ചെഴുതുന്നത് എങ്ങനെ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചെം പ്ലസ് താര് ചേർത്തെഴുതിയാൽ എന്താവും എന്നും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 60ഓളം ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.